ഹലോ ഗായ്സ്, എല്ലാവർക്കും ടിപ്സ് സമ്മാനത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോസ് നമ്മുടെ ഇലക്ഷനെ സംബന്ധിച്ചാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഒരു ആനിമേഷൻ വീഡിയോ, ഒരു ജീപ്പ്, അതേപോലെ തന്നെ ഒരു വാഹനത്തിന് മേലെ ഒരു പോസ്റ്റർ പോലത്തെ നീ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു അനൗൺസ്മെൻറ്റ് പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, അതേപോലെ തന്നെ ഒരു പിന്നെ കൊടിയും നമ്മുടെ ഫ്ലാഗും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ആനിമേഷൻ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ എങ്ങനെ നമ്മുടേതായ ഇമേജും നമ്മുടേതായ മ്യൂസിക്കൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഈ വീഡിയോയിൽ ഞാനിപ്പോൾ പിന്നെ ചെറിയ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ചെയ്യാൻ വന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അടിപൊളിയായി എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഇനിയുള്ള വീഡിയോസ് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനിയുള്ള വീഡിയോസ് കാണാം. ഈ വീഡിയോ ഒരു വെറും സാമ്പിൾ മാത്രം. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ തുടർന്നും കാണുക. അപ്പോൾ നമ്മുടെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ്റെ ബേസിക്കായ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ്റെ ബേസിക്കായ കാര്യങ്ങൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനെ വെച്ചുള്ള സ്റ്റാറ്റസ് ഉണ്ടാക്കാം, അതുപോലെ ഇൻട്രോ ഉണ്ടാക്കാം, അതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനുള്ള ഏകദേശം അറിവ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനുള്ള സമയമില്ല, നേരമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അവരായാലും ഇത് ഉണ്ടാക്കിക്കോളും. ഇത് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. അഥവാ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളത് ജോയിൻ ചെയ്ത ശേഷം എനിക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മതി. പേരും അതേപോലെ നിങ്ങളുടെ ഇമേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വീഡിയോയുടെയും അതേ ഇമേജിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സുഖമായി ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഫോട്ടോയും അതുപോലെ എൻ്റെ ചാനൽ ഫ്ലാഗും എൻ്റെ ചാനൽ ലോഗോയും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ഫ്ലാഗും ഇമേജും ലോഗോയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് എനിക്കറിയാം. അതുപോലെ തീർച്ചയായും താഴെ കിടന്ന ചുമന്ന സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലെ കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് കോളാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് നമ്മുടെ കൈൻമാസ്റ്റർ നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കൈൻമാസ്റ്ററിൽ പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. പ്ലസ് ബട്ടൺ നിൽക്കുക. അവിടെ നമുക്ക് വീഡിയോയ്ക്ക് എത്ര റേഷ്യോ ആണോ വേണ്ടത് ആ വീഡിയോയുടെ റേഷ്യോ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് നമുക്ക് നമ്മുടെ വീഡിയോ എത്ര ലെങ്ത്ത് വേണോ ആ ലെങ്ത്തിലേക്ക് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് വീഡിയോ ആഡ് ചെയ്യണം. അതിനാൽ ലെയറിന് ഓപ്ഷനിൽ വീഡിയോ ഓപ്ഷനിൽ പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ താഴെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഫുൾ സ്ക്രീനിലിടുക, അല്ലെങ്കിൽ കറക്റ്റ് സൈസിൽ വെച്ച ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ജീപ്പിൻ്റെ സൗണ്ട് കേൾക്കും. അത് നല്ലതാണ്, നമ്മുടെ ആ വീഡിയോയ്ക്ക് ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ നല്ലതാണ്. പക്ഷേ ഇത്ര സൗണ്ട് വേണ്ട. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സൗണ്ടിലേക്ക് വെച്ച ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഇമേജ് ആഡ് ചെയ്യണം. നമ്മൾ ആ ഗ്രീൻ സ്ക്രീനുള്ള സ്ഥലത്താണ് നമ്മുടെ ഇമേജ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ലെയറിന് ഓപ്ഷനിൽ മീഡിയ ഓപ്ഷനിൽ പോവാം. ഇനി നമ്മുടെ ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇമേജ് കറക്റ്റ് ആ ഗ്രീൻ സ്ക്രീനിൻ്റെ മേലെ തന്നെ വെക്കുക. അതിനുശേഷം ഇവിടെ 3 ഡോട്ട് കാണാൻ കഴിയും. അവിടെ പോയിട്ട് സെൻഡ് ടു ബാക്ക് നിൽക്കുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇപ്പോൾ കാണത്തില്ല. അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആ വീഡിയോയിൽ തന്നെ പോവുക. ഓക്കെ, വീഡിയോയിൽ തന്നെ പോയ ശേഷം അവിടെ ക്രോമാ കീ പോയിട്ട് എനേബിൾ ചെയ്തിടാം. ചിലവർക്ക് ഇത് ഗ്രീൻ സ്ക്രീൻ അല്ലായിരിക്കും. അപ്പോൾ ഗ്രീനിൽ തന്നെ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഒരു കറക്റ്റ് അഡ്ജസ്റ്റിൽ വെക്കാനായി ആ ഇമേജിൽ തന്നെ പോയ ശേഷം കറക്റ്റ് ആ ലെവലിൽ വെക്കാവുന്നതാണ്. ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഒരു വൈറ്റ് പോലത്തെ ഒരു ജീപ്പിൻ്റെ ഒക്കെ മേലെ കൂടെ. അത് കളയാനായി നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാ കീ പോയിട്ട് കറക്റ്റ് ലെവലിലിട്ട് കഴിഞ്ഞാൽ
ഓക്കെ, അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് വരുന്നതാണ്. ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊക്കെ പോയി കിട്ടി. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു എഫക്റ്റ് കൊണ്ടുവരണം. നമ്മുടെ ഒരു പേപ്പറൊക്കെ എറിയുന്ന പോലെ നമ്മൾ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തു പോകുമ്പോൾ ഒരു നോട്ടീസൊക്കെ എറിയും. അത് എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ലെയറിന് ഓപ്ഷനിൽ മീഡിയ ഓപ്ഷനിൽ പോവാം. ഞാൻ താഴെ ലിങ്ക് തന്നിട്ടുണ്ട്, ആ ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്തൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ കളയാനായിട്ട് നമ്മൾ അതിൻ്റെ ക്രോമാക്കിയിൽ തന്നെ പോകണം. ഓക്കെ, എന്നിട്ട് എനേബിൾ ചെയ്തിടാം. ഓക്കെ, തന്നെ എറിയുന്ന പോലെ തന്നെ നമ്മൾ ഇത് പറന്നു പോകുന്ന പോലെ തന്നെയുള്ള കറക്റ്റ് എഫക്റ്റ് വെച്ച ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് ആ പേപ്പർ എറിയുന്നതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് അവിടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഫ്ലാഗ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അത് നമ്മുടെ മീഡിയ ഓപ്ഷനിൽ തന്നെ പോയ ശേഷം നിങ്ങൾ ഫ്ലാഗിൻ്റെ PNG വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ. ഞാനിപ്പോൾ ഒരു വൈറ്റ് ഫ്ലാഗാണ്. ഇത് നമ്മൾ കറക്റ്റ് സൈസിൽ വെച്ച ശേഷം നമ്മളെ ജീപ്പിൻ്റെ എവിടെയാണ് വെക്കുന്ന ആ ഭാഗത്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഫുൾ സ്ക്രീനിൽ നമ്മുടെ വീട് എത്ര ലെങ്ത് ഉണ്ടോ അതിലേക്ക് വെക്കാം. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു വോയിസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിലേക്ക് പോയ ശേഷം ഇവിടെ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡായി വരുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു വീഡിയോയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് വോയിസ് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇപ്പോൾ വോയിസ് നമുക്ക് വേറെ ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓഡിയോ വേറെ ആയിട്ട് എടുക്കാനുള്ള ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് ഓഡിയോ സെക്ഷൻ വേറെ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത ശേഷം നമുക്കിവിടെ എക്സ്പോർട്ട് എന്ന് കാണാൻ കഴിയും. എക്സ്പോർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു ചെറിയൊരു എഡിറ്റിംഗ് ആണ്, ഇപ്പോൾ നമുക്ക് ആർക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി നല്ല നല്ല എഡിറ്റിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ള വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ഫോട്ടോയും ഡീറ്റെയിൽസും അയച്ചു തന്നാൽ ഞാൻ ഉണ്ടാക്കി തരും. ഓക്കെ, ഇനി നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഹൈ ക്വാളിറ്റിയിലോ ലോ ക്വാളിറ്റിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഇമേജും നിങ്ങളുടെ പാർട്ടി ലോഗോയും ഫ്ലാഗൊക്കെ വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിലും ഞാൻ ഇതിനെക്കുറിച്ചും നല്ല നല്ല വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള തുടർന്നുള്ള വീഡിയോസൊക്കെ കാണുക. അതിന് എൻ്റെ ചാനൽ നിർബന്ധമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലേക്ക് കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള എഡിറ്റിംഗ് വീഡിയോസായിട്ട് വീണ്ടും കാണാം.